ഹായ് ഫ്രണ്ട്സ്, ഐ എം റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ്. 2025 ജനുവരി 12 FMG എക്സാം അറ്റൻഡ് ചെയ്ത 2 ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 2 പേരും പ്രത്യേകത, 2 പേരും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് FMG ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ അടുത്ത് നിന്നും എന്താണ് എക്സാംസിന്റെ പാറ്റേൺ എന്താണ്, എത്രത്തോളം ടഫാണ്, അതുപോലുള്ള കാര്യങ്ങൾ അറിയാം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തന്നെയുമല്ല, ഇനി അങ്ങോട്ട് പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി റെസിസ്റ്റൻസ് NMC സൈഡിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും അവെയർ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കാം. ഡോക്ടർ അരിത, FMG എക്സാം നിങ്ങൾക്കറിയാം പൊതുവെ ടഫായ എക്സാം. കാരണം പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ FMG എക്സാം ആണ് മെയിൻ ഒരു കടമ്പയായിട്ടുള്ളത്. അത് ഈസി എന്നുള്ളവർക്കല്ല നമ്മൾ പറയുന്നത്. എത്രത്തോളം അതിന്റെ ടഫ്നെസ് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഹരിതക്ക് അത് ഫീൽ ചെയ്തതെന്ന്? ഞാൻ ഫസ്റ്റ് ചാൻസിലായിരുന്നു, ഇതിന്റെ ആദ്യത്തെ തൊട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ മുന്നുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇങ്ങനെ നമ്മൾ പറയുന്നതും പിന്നെ പ്രീവിയസ് ഇയറിന്റെ ആൾക്കാർ പറയുന്നതും അവരെങ്ങനെയാണ് അത് ക്ലിയർ ചെയ്തത്, അറ്റംപ്റ്റ് എങ്ങനെയാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതിൽ വെച്ചിട്ടാണ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട് ഇപ്രാവശ്യത്തെ എക്സാം എനിക്കൊരു മോഡറേറ്റ് ടു ടഫ് എന്നുള്ള അതിന്റെ ഒരു ഗ്യാപ്പ് ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് ടു ടഫ് ഭയങ്കര ടഫാണോ ചോദിച്ചാൽ അത്രയല്ല, എന്നാലും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എക്സാമും അല്ലായിരുന്നു. അത് ഒരു മോഡറേറ്റ് ടു ടഫിന്റെ ഇടയിൽ വരുന്ന ഒരു എക്സാം ആയിരുന്നു. പിന്നെ ഞാൻ കുഴപ്പമില്ലാണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പൊ പിന്നെ ആ ഒരു കോൺഫിഡൻസിൽ പോയിട്ട് എഴുതിയായിരുന്നു. കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കൂടി കോച്ചിങ് ചെയ്തിട്ട് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്ത് അടുത്ത പ്രാവശ്യം എന്തായാലും എഴുതിയെടുക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊന്നൊരു ഹാർഡ് വർക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കയറി പോരാൻ പറ്റുന്ന എക്സാം. ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കത് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം. അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു എക്സാം അല്ല അത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റാവുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. ആക്ച്വലി നിങ്ങളെ ബാച്ചിൽ ഏകദേശം 20ഓളം സ്റ്റുഡൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു ഈ എക്സാമിൽ. അത്രയും പേര് 17 പേര് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ അവിടെ ഇരുന്ന് പഠിച്ച എല്ലാരും അവിടെ ഇരുന്ന് അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ചവരൊന്നുമല്ല. എല്ലാരും അവിടെ ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെ നമ്മൾ ആപ്പ് എടുത്ത് അങ്ങനെ പഠിച്ചിട്ട് സ്വന്തം പേഴ്സണൽ ടൈം എടുത്ത് അങ്ങനെ പഠിച്ചവരല്ല. ആരും ഒരു സെന്ററിൽ പോയി കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ചവരല്ല. അങ്ങനെ അത്രയും പേര് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മളതിൽ എഴുതിയെടുത്തിട്ടുണ്ട്. എഴുതിയെടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലായി. ഡോക്ടർ അസ്സറിക്ക് എന്താണ് പറയുന്നത്? ഇതുപോലെ തന്നെയാണ്. ഞാനൊക്കെ പ്രിപ്പറേഷൻ കുറെ മുന്നേ തുടങ്ങിയായിരുന്നു. ഒരു 2023 എപ്പോഴും എക്സാം എഴുതാൻ പറ്റാന്ന് അറിയില്ലായിരുന്നു ആ ടൈമിലൊക്കെ. അത് കഴിഞ്ഞ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ടൊന്നുമില്ല. പറ്റുന്ന സമയം പഠിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോ കഴിഞ്ഞു വന്ന് നാട്ടിലെത്തിയപ്പോ എല്ലാം കഴിഞ്ഞു ഗ്രാജുവേറ്റ് ആയി നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് അങ്ങനെ ഇരുന്ന് പഠിച്ചായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു. കോച്ചിങ് ഒന്നും പോയിട്ടില്ല. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. അങ്ങനെ കുറെ കേട്ട് അറിവ് മാത്രമേ ഉള്ളൂ. പറഞ്ഞവരെ വരെ അങ്ങനെ അറിയില്ലായിരുന്നല്ലോ. സോ നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞതും പിന്നെ ഈവൻ ഇവിടുന്ന് ഈ എജുസോൺ നിമിഷ സാറ്, ഡോക്ടർ കമാൽ കെ വി സാറിന്റെ ക്ലാസ് ഒക്കെ വെച്ചാൽ ഡെയിലി കയറുമായിരുന്നു. ക്ലാസ്സിലേക്ക് PYQs ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ ടൈമിലൊക്കെ, ലാസ്റ്റ് ടൈമിലൊക്കെ. അതൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തു. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വിചാരിക്കുന്ന പോലെ ചെയ്താല് കിട്ടാവുന്നേ ഉള്ളൂ. എക്സാം എനിക്ക് നല്ല ടഫായി ഫീൽ ചെയ്തായിരുന്നു. ഫസ്റ്റ് സെക്ഷൻ ഭയങ്കര അത് കഴിഞ്ഞറിയുമ്പോഴേക്കും ആകെ ടെൻഷനായിരുന്നു. എന്താ സെക്കൻഡ് സെക്ഷൻ പിന്നെ ഓക്കെ ആയിരുന്നു. ക്ലിനിക്സ് ഭയങ്കര ടഫായിട്ടും ക്ലിനിക്സ് കുറച്ചുകൂടി എളുപ്പമായിട്ടും എനിക്ക് തോന്നി. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നു റിക്കോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തെങ്കിലും ചെയ്തു നോക്കാം, അങ്ങനെ റിക്കോൾ ചെയ്ത് നോക്കി. അപ്പൊ തന്നെ ചെറിയൊരു കോൺഫിഡൻസ്. രണ്ട് പോർഷൻ ആയിട്ടാണ്. ആദ്യം ഉച്ചക്ക് മുമ്പ് 150 മാർക്ക് എക്സാമും ആഫ്റ്റർനൂൺ ഇപ്പൊ അങ്ങനെ സെക്ഷൻ ആയിട്ട് ആദ്യത്തെ 50 മാർക്കിൽ അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ 50 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻ, പിന്നെ 50 പിന്നെ 50. അപ്പൊ ആ ഒരു 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. 3 പാർട്ട് 1 3 സെക്ഷൻ ആയിട്ടായി. അതുപോലെ ഈ പ്രാവശ്യം ക്ലിനിക്കൽ സൈഡ് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ച് പാറ്റേൺ ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൺ ലൈനർ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. കുറച്ചും കൂടി ക്ലിനിക്സിന്റെ. അപ്പോ നമുക്ക് ഓവറോൾ FMG എക്സാം ഈസി ഒന്നുമില്ല, ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതുള്ളൂ. ഓക്കെ.
പിന്നെ ഇപ്പോൾ ഓവറോൾ ഇപ്പോൾ എജുസോണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരുന്നോ അതുപോലെ സാറ്റിസ്ഫൈഡ് ആണോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഡോക്ടർ നിമിഷ? പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് എന്നാണ് പുള്ളി എപ്പോഴും, കാരണം അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുക, അവരെപ്പോഴും അവർക്ക് പിന്നെ അവരുടെ പാസ് പെർസെന്റേജ് എങ്ങനെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് നിങ്ങൾ ഓ അതില് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ താങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് കൂടെ നിന്നിട്ടുണ്ട്. എന്താ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എന്തെന്ന് പറഞ്ഞാലും സാറുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ശരി, കുറെ താങ്ക്സ് ഉണ്ട്. സാർ എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സാറൊക്കെ നമ്മൾ മെസ്സേജ് അയച്ച സാർ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എപ്പോഴും അതിനുള്ള സൊല്യൂഷൻ സാറിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പുറത്തേക്ക് പോകുമ്പോ എപ്പോഴും ഒരു ഏജൻസിയുടെ ഇമ്പോർട്ടന്റ് ഭയങ്കര അല്ലെ, കാരണം എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്തു. ഈ എക്സാമിന്റെ സപ്പോർട്ട് ആണെങ്കിലും വേറെ ഡോക്യുമെന്റേഷൻ സപ്പോർട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ പിന്നെ നിങ്ങളെ എക്സാം കഴിഞ്ഞ് നിങ്ങളെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്ത് അത് കളക്ട് ചെയ്യണം. കാരണം എംബസി അറ്റസ്റ്റേഷൻ വേണമല്ലോ എക്സാം എഴുതാൻ. ഇനിയിപ്പോ നിങ്ങളെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ അതിനും പുള്ളി എജുസോൺ നിങ്ങൾ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഓവറോൾ നിങ്ങൾക്ക് ഇനി പോകാൻ പോകുന്ന സ്റ്റുഡൻസ്, കാരണം ഇനിയിപ്പോ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത്ര ഈസി അല്ല. കാരണം കുറെ ബാരിയർ വന്നിട്ടുണ്ട്. 10 yearsന്റെ ഉള്ളിൽ ക്ലിയർ ചെയ്യണം, അതുപോലെ പഠിച്ച കൺട്രിയിൽ ലൈസൻസ് വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും FMG എക്സാം ക്ലിയർ ചെയ്യാം, അതുപോലെ ഇതിനോട് പാഷനേറ്റഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത് മെസ്സേജ് എന്നുള്ളത്? കാരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോകാനുള്ള കാരണം എന്താ പുറത്തേക്ക്? അത് ഞാൻ ചോദിക്കാം. കാരണം ഇവിടെ ഇവിടെ കിട്ടിയിട്ട് പോയതാണോ അല്ലെ കിട്ടാത്തോട് പോയതാണോ? അല്ല, എനിക്ക് ഇവിടെ കിട്ടാനിട്ട് പോയത് തന്നെ. നീറ്റ് എഴുതിയാൽ ഇവിടെ കയറാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മൾ അറിയുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അങ്ങനെയാണ് എജുസോണിൽ വന്നത്. പിന്നെ ഇവിടെ നമ്മുടെ സാറിന്റെ അതിൽ തന്നെയായിരുന്നു, ഗൈഡൻസിൽ തന്നെയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത്. ഇതുവരെ സാറിന്റെ ഗൈഡൻസിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി പോകാനുള്ള ഇപ്പൊ ഒരുപാട് റൂൾസ് ചേഞ്ച്, ഞങ്ങൾ പഠിച്ചിരുന്ന സമയം വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പുറത്ത് പോകുന്നതിനോടുള്ളതിന് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് ഇറക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോകുമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും ഇപ്പൊ ഞാൻ പോയപ്പോഴും അന്നത്തെ റൂൾസും ഇത് റെഗുലേഷൻസും അല്ല ഇപ്പൊ ഉള്ളത്. സോ അത് ഇവിടുത്തെ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകുമായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ അവിടെ ആയാലും ഇപ്പൊ അവിടുത്തെ ലൈസൻസിനും അവിടുത്തെ രജിസ്ട്രേഷൻ വേണം, അങ്ങനത്തെ കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ഒരാൾ പോകുന്നതായിരിക്കും. പിന്നെ എക്സാം എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും പഠിച്ചാൽ പാസ്സാവും. ഇനിയിപ്പോ അങ്ങോട്ട് നെക്സ്റ്റ് എക്സാം വരികയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് വരെ എഴുതണം. എക്സാം എന്നുള്ള നിൽക്കുന്നില്ല, ഇതിന് പാഷനേറ്റ് ആയ സ്റ്റുഡൻസിൽ പോവാം. നെക്സ്റ്റ് ആയാലും എനിക്ക് തോന്നുന്നു ഈ പഠിക്കുന്നത് തന്നെയാണ് പഠിക്കാനുണ്ടാവുക. ലൈക്ക് ഇത് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ആയതുകൊണ്ട് അങ്ങനത്തെ ഇത് ഉണ്ടാവില്ല. എഴുതിയെടുക്കാൻ പറ്റും. അവിടുത്തെ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഭയങ്കര എന്താ പറയാ ഫ്രീഡം ഉണ്ടായിരുന്നു. ബട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ എപ്പോഴും ഒരാളുണ്ടായിരുന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ നടന്നു. അവിടുത്തെ ലൈഫ് നൈസായിരുന്നു. ഇപ്പൊ നമ്മുടെ അക്കാഡമിക്സ് ആയാലും നമ്മുടെ ബാക്കി നമ്മുടെ നമ്മൾ സ്വന്തം നിൽക്കാൻ പഠിച്ചു. ആ ഒരു ഇൻഡിപെൻഡൻസി. പിന്നെ ഗേൾസ് ആവുമ്പോ എല്ലാ പാരന്റ്സിനും ഒരു ഇതുണ്ടാവും, കുട്ടികൾ പുറത്ത് വിടാന്ന് പറയുമ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പക്ഷെ നല്ലതായിരുന്നു അവിടെ. ലൈക്ക് നമുക്ക് ഒന്നും കൂടി ഒരു എക്സ്പോഷർ, പിന്നെ പുറമെ നമുക്ക് ഒരു എക്സ്പോഷർ വരില്ലേ എല്ലാവരുമായിട്ടും, പല കൾച്ചറായിട്ടും പലതുമായിട്ടും. സോ ഒന്നും കൂടി നമുക്ക് മെഡിക്കൽ രംഗത്ത് തന്നെ കുറെ എക്സ്പോഷേഴ്സ് അവിടെ ഭയങ്കര അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെതായിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്കുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്ന ഡോക്ടേഴ്സിന് നന്ദി. ഇനിയും അവർക്ക് ജസ്റ്റ് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ളൂ പറഞ്ഞാൽ പറയാം. അവർക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. അവർ ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിന് ശേഷം PG എടുക്കണം. കാരണം MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം കോഴ്സ് അല്ല. കാരണം ആജീവനാന്ത സ്റ്റുഡന്റ് ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ PG, അതിന്റെ സ്പെഷ്യലൈസേഷൻ, അങ്ങനെ ഇനി അങ്ങോട്ടും അവർക്ക് ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.